ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ എടുക്കാനാണ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ തന്നെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് യൂണിറ്റ് ഇല്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മളുടെ ഇന്ന് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ നമ്മളുടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് കുറയുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ കുറയാണ്. ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. ആ സമയത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇനി നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുകയാണ് ചെയ്യുക. അത് നേരെ തിരിച്ചും മറിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ അല്ല. മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീഡിയയിൽ തന്നെ ഞാൻ എയർ, പിന്നെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് നമ്മൾ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാണ്? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും സ്പീഡ് ഓഫ് ലൈറ്റ്, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ട് തന്നെ അതിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മളെ ഇക്വേഷൻ എഴുതാനും ആൻഡ് ദെൻ അടുത്തത് നമ്മുടെ ആൻസേഴ്സ് എഴുതാനും. മീഡിയാസിൽ തന്നെ എയർ വെച്ച് നോക്കുകയാണെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം എല്ലാത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? n=c/v എന്നാണ്. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ മീഡിയ എന്ന് പറയുന്ന എയർ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 അത് എയറിൻ്റെ ഇതായിട്ട് തന്നെയാണ് വരിക. ഇവിടെ ആൻസർ വരുന്നത് 1 എന്നാണ്. വാട്ടറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സാധാ പോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇക്വേഷൻ എല്ലാത്തിലും ഇതാകെ ഒരു ഇക്വേഷൻ എഴുതാനുള്ളൂ. നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആകെ ഒരു ഇക്വേഷൻ പഠിക്കാനുള്ളൂ. അത് ആലോചിച്ച് വെച്ചാൽ മതി. n=c/v എന്താണ് വരുന്നത്? അതിൻ്റെ ആൻസർ 1.33 ആണ്. ഗ്ലാസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 2 ഇതൊക്കെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് അധികം ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്നുള്ളൂ. ഇനി റിഫ്ലക്ഷൻ ഇൻ ഗ്ലാസ് ലാമ്പ്, ഇത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് വളരെ എളുപ്പമാണ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ് ലാമ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ടോർച്ചിലേക്ക് ലൈറ്റ് വരുമ്പോൾ ഈ ഗ്ലാസ് ലാമ്പിലും നമ്മളുടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണല്ലോ റിഫ്രാക്ഷൻ ഇങ്ങനെ ഗ്ലാസ് ലാമ്പ് എന്ന് കൊടുത്തത്. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇതൊരു ഗ്ലാസ് ലാമ്പാണ്. അവിടെ ടോർച്ച് അടിച്ചപ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അത് എയറിൽ വന്ന ടോർച്ച് ആണല്ലോ, എയറിൽ നിന്നാണ് വന്നത്. ആ എയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളുടെ ഇതിൽ നിന്നും വിട്ടിട്ടാണ് ആ ഒരു ഇത് നിൽക്കുന്നത്. അവിടെ ഒരു നോർമൽ വരികയാണെങ്കിൽ അപ്പോൾ അത് വിട്ടിട്ടാവും നിൽക്കുന്നുണ്ടാവുക. ഇവിടെ പറയുന്നത് നമ്മൾ എയറിൽ വന്ന സാധനം നമ്മുടെ ഗ്ലാസ് ലാമ്പിലേക്ക് കടന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു, അതിൻ്റെ റൂട്ട് മാറി. ഇനി ഈ കടന്ന സാധനം വീണ്ടും പുറത്തേക്ക് പോയാൽ എങ്ങനെയാണ് സംഭവിക്കുക? അതിൻ്റെ റൂട്ട് വീണ്ടും മാറും. അപ്പോൾ അവിടെ ഒരു റിഫ്രാക്ഷനും കൂടി കിടക്കും. അപ്പോൾ ഇവിടെ എത്ര നോർമൽ ഉണ്ടാവും?
നോർമൽ എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരയാണ്. ആ വര എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ ആ ഒരു പിക്ചർ തന്നെ എടുക്കാം. അതിൻ്റെ ഇവിടെ ഞാൻ P എന്ന് കൊടുത്തു, Q കൊടുത്തു, R കൊടുത്തു, S കൊടുത്തു, നോർമൽസ് വരച്ചു. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ. ഈ നോർമൽസ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക് തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ഗ്ലാസ് ലാമ്പാണ്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി മേലെ എയറും ഇവിടെ ഗ്ലാസ് ലാമ്പും അങ്ങനെ തന്നെ നേരത്തേലും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം ഗ്ലാസ് ലാമ്പ് അവിടെ വെച്ചെങ്കിൽ മേലെ എയർ ആയിരിക്കുമല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഒരു ഗ്ലാസ് ലാമ്പ് എടുക്കുക, എയർ എടുക്കുക, നമ്മുടെ സൺലൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ആവട്ടെ, ടോർച്ചിൻ്റെ ലൈറ്റ് ആയിക്കോട്ടെ, അത് വരികയാണ്. വന്നിട്ട് നമ്മളുടെ ഗ്ലാസ് ലാമ്പിലേക്ക് തട്ടി അതിൻ്റെ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ മാറും ഇല്ലേ? അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും? റിഫ്രാക്റ്റഡ് റേയിൽ ചേഞ്ച് വരും, തീർച്ചയായിട്ടും ചേഞ്ച് വരും. നമ്മൾ സെൻറ്ററിൽ ഒരു നോർമൽ വരച്ചു. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ ഏതാണ്? യെസ്, ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തിയതാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് റേ ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ റിഫ്രാക്റ്റഡ് റേ ഏതാണ്? അതെ, ഈ ഞാൻ അടുത്തതായിട്ട് അടയാളപ്പെടുത്തിയതാണ് റിഫ്രാക്റ്റഡ് റേ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഇനി നമുക്ക് ആ ഒരു തന്നെ എടുക്കാം. അതിൽ തന്നെ എന്തുണ്ട്? സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പേരെന്തായാലും നമ്മൾ പറഞ്ഞതാണ്. ഇതെല്ലാം നല്ല വിശദമാക്കി നമ്മൾ പാർട്ട് 1 പറഞ്ഞതാണ്. അതിൻ്റെ പേരാണ് നോർമൽ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ഇൻസിഡൻറ്റ് റേയുടെയും അതേപോലെ തന്നെ നോർമലിൻ്റെയും ഇടയിൽ വരുന്നതിൻ്റെ പേരെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. അതായത് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് I എന്ന് പറയാം. ആൻഡ് ദെൻ I എന്ന് പറയാം. ദെൻ നമ്മളുടെ വേറെ റിഫ്രാക്റ്റഡ് റേൻ്റെയും നോർമലിൻ്റെയും ഇടയിലുള്ള ഇതിൻ്റെ പേരെന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. അതിന് നമുക്ക് R എന്ന് പറയാം, അല്ലെങ്കിൽ Xോ Yയോ എന്ന് പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സൂചിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ സൂചിപ്പിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ലാമ്പ് ഉണ്ട്, അതേപോലെ തന്നെ എയറും ഉണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് ലാമ്പ് ഉണ്ട്, അതേപോലെ തന്നെ എയറും ഉണ്ട്. നമ്മളുടെ ഇത് ടോർച്ച് ലൈറ്റ് വരുന്നുണ്ട്. നമ്മളുടെ ഗ്ലാസ് ലാമ്പിലേക്ക് അടുത്തിട്ടാണ് അതിൻ്റെ ഒരു റിഫ്രാക്റ്റ് ചെയ്തിട്ട് ഗ്ലാസ് ലാമ്പിൽ തട്ടി അത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിനെ സാമ്യം അടുത്തിട്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഇവിടെ ഇപ്പോൾ കൊടുക്കാം. ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് നമ്മളുടെ ലൈറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ഒന്നും സംഭവിക്കില്ല, റിഫ്രാക്ഷനേ സംഭവിക്കില്ല. ഇതിൻ്റെ ഒരുപാട് ഇത് നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ നോർമലിലൂടെയാണ് വരുന്നത്, അതുകൊണ്ട് ഒരിക്കലും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഓക്കെ, ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ദ ഡിവിഷൻ ഇൻ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ദ ഫോൾസ് optically from the medium to another is called refraction of light. ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഒപ്റ്റിക്കലി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഒപ്റ്റിക്കലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതായത് ഇത് ഇവിടെ ചെരിഞ്ഞോണ്ടാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ഇത് നേരെ നോർമലിലൂടെ 90 ഡിഗ്രിയിൽ വന്നാൽ ഒരിക്കലും ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ തല തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തരും. 90 ഡിഗ്രിയിൽ വരച്ചിട്ട് ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റിക്കലിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഒപ്റ്റിക്കലി ഇത് ചെരിഞ്ഞോണ്ടാണ് വരിക. ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇത് ചെരിഞ്ഞോണ്ടാണ് വരിക. അപ്പോഴേ നമുക്കിത് കണ്ടുപിടിക്കാനോ അതിൻ്റെ ബാക്കി വരയ്ക്കാനോ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി നമ്മളൊരു ഗ്ലാസ് ലാമ്പ് എടുക്കുക, എയർ എടുക്കുക. ഇവിടെ
ഏറ്റവും കൂടുതൽ ഹൈയിൽ നിൽക്കണം ലോയിൽ നിൽക്കണം വെച്ച് നോക്കുകയാണെങ്കിൽ എയർ ആണ് ഇവിടെ ഹൈയിൽ നിൽക്കുന്നത്. ആൻഡ് ദെൻ ഗ്ലാസ് ലാമ്പ് ആണ് ഇവിടെ ലോയിൽ നിൽക്കുന്നത്. എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിൽ നമ്മളുടെ ഗ്ലാസ് ലാമ്പിലേക്ക് പോകുമ്പോൾ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അതെന്തുകൊണ്ടാണ്? എയറിൽ നമ്മളുടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്തായിരിക്കും, ഈ ഒരു ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ ഈ സൺലൈറ്റ് ആവട്ടെ ഏതാണെങ്കിലും നല്ല സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക. നല്ല സ്പീഡിലായിരിക്കും. അത് നമ്മളുടെ ഗ്ലാസ് ലാമ്പ് ആവട്ടെ, ഡയമണ്ട് ആവട്ടെ, വാട്ടർ ആവട്ടെ, ഇനി സാധാ ഗ്ലാസ് ആവട്ടെ, എന്താണെങ്കിലും അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. എന്തായാലും അവിടെ സ്ലോ ആയിട്ടേ പോവുള്ളൂ. അത് അത്രയും സ്പീഡിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. ഇപ്പം നമ്മളുടെ സൂര്യൻ തന്നെ എടുക്കാം, സൂര്യപ്രകാശം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ സൂര്യപ്രകാശം 500 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ എർത്തിലേക്ക് കിട്ടിയുണ്ട്. ഇവിടെ എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് അതിലേക്കൊക്കെ കടക്കുമ്പോൾ അവിടുത്തെ സ്പീഡ് എന്തെയാണ്? കുറയാണ്. ജസ്റ്റ് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നമ്മളെ എയർ, ഈ എയറിൽ നിന്നും വാട്ടറിലേക്ക് കിടന്നാലും സ്പീഡ് കുറയും. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടന്നാലും സ്പീഡ് കുറയും. ഏറ്റവും കൂടുതലുള്ള നമ്മളെ ഡയമണ്ടിൽ വരെ എയർ കടന്നാൽ എയറിൽ നിന്ന് നമ്മുടെ ലൈറ്റ് ഡയമണ്ടിലോട്ട് കടന്നാൽ സ്പീഡ് കുറയും. എയറിനെക്കാട്ടിലും സ്പീഡ് കുറയും തന്നെയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടായിരുന്നു നമ്മൾ ഇന്ന് മിക്സ് ചെയ്തിട്ട് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതുവരെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മളെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മനസ്സിലാക്കാൻ നമ്മൾ N ആണ് യൂസ് ചെയ്യുന്നത്. യെസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? N ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ N. ഒരിക്കലും മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി തന്നെ ഇതിന് നമ്പേഴ്സാണ് യൂസ് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്പേഴ്സാണ്. 1, 3, 2, 1, അതേപോലെ തന്നെ 1.5, 2.4 അങ്ങനെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്പേഴ്സാണ് യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഇതിൽ യൂണിറ്റ് ഇല്ല. യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ സെൻറ്റിമീറ്റർ, കിലോമീറ്റർ, കിലോഗ്രാം അങ്ങനെയൊന്നുമില്ല. ഇതിൽ യൂണിറ്റ്സ് ഇല്ല. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ദെൻ നമ്മളുടെ ഈ ഒരു N എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ N എന്ന് പറയുന്നത് ഒരു ബ്ലോക്കഡ്, അതായത് ഒരു കുണ്ട് പോലെയാണ്. ഓക്കെ, അത് ജസ്റ്റ് അതിനെ ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അതൊരു കുണ്ട് പോലെയാണ്, ഒരു ബ്ലോക്ക് പോലെയാണ്. നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആൻഡ് ദെൻ N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഡെൻസിറ്റി കൂടും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കൂടും. ആൻഡ് ദെൻ ബ്ലോക്ക് കാണാനുള്ള ഇക്വേഷൻ, അതിൻ്റെ കുണ്ടുകൾ കാണാനുള്ള ഇക്വേഷൻ N=C/V. ഇനി നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കണം. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആണ്. എങ്ങനെ വന്നാലും നമ്മളുടെ C എന്ന് പറയുന്നത് ഒരേതായിരിക്കും. നമ്മൾ അടിയിലുള്ള V ആയിരിക്കും മാറുക. ആൻഡ് ദെൻ നമ്മൾ ഇതിനെടുക്കുകയാണെങ്കിലോ ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? N=C/V. എന്തായിരുന്നു? N=C/V എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതിന് നമുക്ക് V=C/N എന്നാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് കിട്ടാത്ത കേസുകൾ വരുമ്പോൾ അതിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടും. ഓക്കെ, അപ്പോൾ N=C/N ജസ്റ്റ് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പം 2 ഇക്വേഷൻ ആയില്ലേ എന്ന ഡൗട്ട് വേണ്ട. ആകെ ഒരേ ഇക്വേഷനുള്ളൂ. ജസ്റ്റ് നമ്മൾ അതിന് തിരിച്ച് മറിച്ചിട്ടു എന്നൊരു ഒറ്റ കണ്ടീഷനേ ഇതിൽ വന്നിട്ടുള്ളൂ. 2 ഇക്വേഷനൊന്നുമില്ല, ഒരു ഇക്വേഷനേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ മാത്രം ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്
നമ്മളുടെ ഈ R എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു, ആ ഗ്ലാസ്സിലേക്ക് കടക്കുന്ന സൺലൈറ്റിൻ്റെ വേവ്, ഇപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. ആ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സൺലൈറ്റ് അല്ല, ആ ഒരു ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നതാണ് നമ്മൾ വിയിൽ വരിക. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്നത് എയറിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത്, എന്ത് ഒബ്ജക്റ്റ് ആണോ തന്നിട്ടുള്ളത്, അതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡായിരിക്കും നമ്മളെ എന്തിൽ വരിക? വിയിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അത്ര മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗീവ് മീഡിയ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ N എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇത് കൂടുന്നു, ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു, സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് നമ്മളെ N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും. അപ്പോൾ ഇത് രണ്ടും കൂടിയല്ലോ, അപ്പോൾ ഒരാൾ കുറയണ്ടേ, നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഓക്കെ, അത്ര മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതാക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ടോട്ടലി ക്ലിയർ ആവും. എയർ, പിന്നെ ഗ്ലാസ്, വാട്ടർ, ഇങ്ങനെ 3 നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള മീഡിയാസ് കൊടുത്തിട്ടുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് പറയുകയാണെങ്കിൽ വീനും, പിന്നെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. വി ഒക്കെ നമുക്കത് സ്പീഡ് ഓഫ് ലൈറ്റ് ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് അല്ല, ഒരു ഷോർട്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മളത് ജസ്റ്റ് അത്ര പണിയൊന്നും ഇല്ലല്ലോ, ഒരു 4 പഠിക്കാനല്ലേ, അത് പഠിച്ചോളി. എന്താണ് പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കൂടെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ സി എന്ന് പറയുന്ന ഒരു കെട്ടുണ്ടല്ലോ, അതെല്ലാത്തിലും ഒന്നാണെന്ന് പറഞ്ഞു. അതെന്തായാലും പഠിക്കണം. ജസ്റ്റ് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് എയറിൻ്റെ തന്നിട്ടുണ്ട്. N = C/V. എന്താണ് 3 × 10⁸ m/s by 3 × 10⁸ m/s. എങ്ങനെ ഇവിടെ 3 അടിയിലും 3 × 8² m/s വന്നു? ഒരിക്കലും ഡൗട്ട് വേണ്ട. പേജ് നമ്പർ 11 ടേബിൾ 1.2 ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. എനിക്കിവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ ഞാൻ പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായത്? യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 × 3 × 10⁸ m/s നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റിൽ. നമ്മൾ ആകെ ഇവിടെ എന്താണ് ചെയ്യുന്നത് മക്കളെ? N = C/V. ഓക്കെ, നമ്മൾ പറഞ്ഞു സി എന്തായിരിക്കും? എപ്പോഴും എയറിൻ്റെതായിരിക്കും. 3 × 10⁸ m/s. അടിയിലും അതേ തന്നെ വന്നല്ലോ, അടിയിലും അതേ കോൺസെപ്റ്റ് തന്നെ വന്നു. ഇപ്പം എന്ത് ചെയ്തു? m/s പോയി. 10⁸ 10⁸ പോയി. ഇടയ്ക്കിടയ്ക്ക് സൺലൈറ്റ് വന്നും പോയി കൊണ്ടിരിക്കേണ്ട, അതാണ് കേട്ടോ. അപ്പോൾ എന്താണ് m/s പോയി. 10⁸ 10⁸ പോയി. 3 × 3 പോയി. ഇവിടെ ആകെ ബാക്കി ആരാണുള്ള? 1 ആണുള്ള. അപ്പോൾ ആൻസർ എന്താണ്? 1 ആണ്. അതവിടെ കൊടുത്തു. ഇനി നമ്മൾ ഗ്ലാസിൻ്റെതും വാട്ടറിൻ്റെതും കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി ഈസി. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 2 × 10⁸ m/s ആണ്. ഇനി നമുക്ക് ഇതിൽ അറിയാത്ത എന്താണുള്ളത്? ഡിവിഷൻ. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. നമുക്ക് എല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. നല്ല എളുപ്പമാണ് സംഭവം. N = C/V എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇക്വേഷനാണ്, അതെന്തായാലും എഴുതണം. ഓക്കെ, ഇക്വേഷൻ എഴുതി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്കൊരു എന്ത് കിട്ടും? ഒരു സുഖം കിട്ടും. ഓക്കെ, അങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ ശീലിക്കുക. 3 × 10⁸ m/s. അതങ്ങനെ തന്നെ എല്ലേടോ വരിക, അങ്ങനെ തന്നെയാണ്. ഡിവൈഡഡ് ബൈ 2 × 10⁸ m/s. അത് എവിടുന്ന് കിട്ടി നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഗ്ലാസിൻ്റെ അപ്പുറത്തെ ഇതിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, m/s പോയി. 10⁸ പോയി. ഇനി ആകെ ആരാണ്? 3 × 2. എത്രയാണ് 3 × 2?
ഓക്കെ 1 പോയിൻറ്റ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാണ്, ഇൻറ്റു അല്ല ഡിവൈഡ് ചെയ്യാണ്. 1.5 ആണ് ആൻസർ. ഓക്കെ 1.5 ആണ് ആൻസർ വരുന്നത്. ഇനി വാട്ടറിൻ്റെ കേസിലെടുക്കാം. വാട്ടറിൽ കുറച്ച് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. ബട്ട് കൺഫ്യൂഷൻ പാടില്ല, വളരെ ഈസി ആയിരിക്കും. ഓക്കെ വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഞാനിങ്ങനെ വിശദീകരിക്കേണ്ടല്ലോ. നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് മീഡിയാസിൽ തന്നെ നമ്മളെ വാട്ടറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. 2.25 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ 2.25 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് ആണ് വാട്ടറിൻ്റെത് വന്നിട്ടുള്ളത്. നമുക്കറിയാം n=c/v. നമ്മുടെ ഇക്വേഷൻ ഒരിക്കലും എഴുതാൻ മറക്കരുത്. സി എന്താണ് നമുക്കറിയാം, 3 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ 2.25 അല്ല 25 ഇൻറ്റു ഞാൻ അപ്പുറത്തും 25 എന്ന് പറഞ്ഞത്. എനിക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ശീലമായി, അതുകൊണ്ടാണ് കേട്ടോ 25 എന്ന് പറയാൻ പാടുള്ളൂ. 225 എന്ന് പറയരുത്, കാരണം പോയിന്റ് കഴിഞ്ഞതിന് നമ്മൾ കൂട്ടി വായിക്കരുത്. 2.25 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടും കൂടെ മീറ്റർ പെർ സെക്കൻഡും മീറ്റർ പെർ സെക്കൻഡും പോയി, 10⁸ സ്ക്വയറും 10⁸ സ്ക്വയറും പോയി. ബാക്കി എത്രയുണ്ടാവും? 1.33 ആണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ഇത് 3 തന്നെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. സെക്ഷൻ നോക്കാം. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.5 വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വാട്ട് പാസസ് ത്രൂ ഇറ്റ്? ഇവിടെ പറയുന്നത് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും നോക്കണ്ട, ഇക്വേഷൻ എഴുതുക. ഓക്കെ n=c/v. എന്താണ് n=c/v എന്ന് എഴുതുക. എന്നിട്ട് ബാക്കി അങ്ങോട്ട് എഴുതരുത് പ്ലീസ്. നിങ്ങൾ അതിന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്താൽ ഇക്വേഷൻ എഴുതി വെക്കുക. ഇനി ഇക്വേഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ പോലും ആദ്യം നമ്മളുടെ സാധാ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് അത് ചേഞ്ച് ആയത് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തും ചേഞ്ച് ആയ ഇക്വേഷൻ എഴുതരുത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചേഞ്ച് ആയ ഇക്വേഷൻ എഴുതരുത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് 1.5 ആണ്. ഓക്കെ ജസ്റ്റ് നമുക്ക് അത് മാത്രം 1.5 എളുപ്പമാണ്, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ n=c/v എന്ന് പറഞ്ഞു. വി ഇവിടെ നമുക്കറിയില്ല. നമ്മളോട് എന്താ പറയുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് പറഞ്ഞത്. 1.5 ആണ് കേട്ടോ. ഓക്കെ അപ്പോൾ n ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ട്രിക്ക് എടുക്കാം. നമ്മൾ n-നെ v-ൻ്റെ സ്ഥാനത്തേക്കും v-നെ n-ൻ്റെ സ്ഥാനത്തേക്കും ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ്. v=c/n. എന്താണ് v=c/n? എന്താണ് നമ്മൾ c? വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ അല്ല, നേരത്തെ പഠിച്ചത് തന്നെയാണ്. 3 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ടോട്ടലി ആ താഴത്തെ മീറ്റർ പെർ സെക്കൻഡ് ഇടാം എന്ന് വിചാരിച്ചാൽ വെട്ടണ്ട, അവിടെ നിൽക്കട്ടെ. ആ മീറ്റർ പെർ സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. 3 ഇൻറ്റു 2.4. ഇവിടെ 4 ഇവിടെ 5 ഒക്കെ തെറ്റി. ഓക്കെ 5 തന്നെയാണ്. 2.5 തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ 2.5 നമ്മൾ 2.4 ആണ്. എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റ് വന്നതാണ്. ക്വസ്റ്റ്യൻ ഞാൻ മാറി എഴുതിപ്പോയി, 2.5 അല്ല. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ 2.5 എന്നല്ല പറഞ്ഞത്. അപ്പോൾ 2.4 ആണ്. ഓക്കെ അപ്പോൾ ഈ 2.4 നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇതെന്താവും വരിക? 3 ഇൻറ്റു 2.4. ഓക്കെ ഇവിടെ ആൻസർ എന്താവും വരിക? ആൻസർ 1.25 ഇൻറ്റു, ഇനി ഇവിടെ ഇൻറ്റുവിൻ്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ 3 ഇൻറ്റു 10⁸ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ആ 10⁸ സ്ക്വയറിനെ മീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിനെയും 10⁸ സ്ക്വയറിനെയും അതേപോലെ താഴേക്ക് എഴുതിയാൽ നമ്മൾ ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. n എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n കൂടിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും, സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നത്? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനി മനസ്സിലായിട്ടുണ്ടാവും. അതെന്താ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തതായിട്ടുള്ള ഒരു മെയിൻ കണ്ടൻ്റാണ് റിഫ്രാക്ഷൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറയുന്നത്? റിഫ്രാക്ഷൻ ടേംസ് എന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു അക്വേറിയം എടുക്കുകയാണ്, ഒരു ചെറിയ ഗ്ലാസിൻ്റെ അക്വേറിയം എടുക്കുകയാണ്. ഇവിടുത്തെ കണ്ടൻറ്റ് നമ്മൾ ഗ്ലാസ് അല്ല, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മളൊരു ഇതെടുക്കുകയാണ്. അതിൽ നിറച്ച് വാട്ടർ ഉണ്ട്. നമ്മൾ എപ്പോഴും വാട്ടർ അടിയിൽ മേലെ ഇതെന്ന് വല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അക്വേറിയം എടുക്കാം. അതിൽ കുറേ മീനുകളുണ്ട്. മീനൊന്നുമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്താണ്? വാട്ടറാണ്. മേലെ എന്തായിരിക്കും? എയർ ആയിരിക്കും. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ടോർച്ച് ലൈറ്റ് വരികയാണ്. ഇവിടെ വാട്ടറാണ്, അവിടെ എയർ ആണ്. ഓക്കെ, ടോർച്ച് ലൈറ്റ് എയറിൽ നിന്ന് വന്ന് അവിടെ റിഫ്രാക്റ്റ് ചെയ്ത് വാട്ടറിലേക്ക് പോകും. സാധാരണ പോലെയല്ലേ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അവിടെയുള്ള ആംഗിൾസ് ഓർമ്മയുണ്ടോ? ഇവിടെയാണ് ആ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ചെറിയ സെക്ഷൻ വരുന്നത്. നമ്മൾ ആംഗിൾ ഐയും ആംഗിൾ ആറും നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സും വൈ എന്ന് വിളിക്കാം. ആംഗിൾ എക്സും ആംഗിൾ വൈയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ എക്സും വൈയും കാണാത്തവരുണ്ടെങ്കിൽ മറക്കണ്ട, നമ്മളെ നോർമൽ വരയ്ക്കാൻ മറക്കണ്ട. എന്നാലേ നിങ്ങൾക്ക് എക്സും വൈയും കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുകയാണെങ്കിൽ ഈ നമ്മളുടെ ഐയും ആറും അല്ലെങ്കിൽ എക്സും വൈയും എങ്ങനെ നോക്കിയാലും എങ്ങനെ സെയിം ആയിട്ട് വരില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ആംഗിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? അത് ഒരേ പാത്തിലൂടെയാണ് പോകുന്നത്. രണ്ടിൻ്റെയും ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് ഒരേ പാത്തിലൂടെ അല്ല അവ പോകുന്നത്. അവ പല രീതിയിലാണ് പോകുന്നത്. നമ്മൾ അവിടെ റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ സൈസ് മാറുകയാണ്, അതിൻ്റെ രീതി മാറുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായാലും എന്ത് നടക്കില്ല എന്നാണ് പറയുന്നത്? ഒരിക്കലും അവ രണ്ടും ഒരേപോലെ ആവില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരണോ? ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഈ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നോർമലിൻ്റെയും അതേപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയുടെയും ഇടയിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വരുന്നത്. ആൻഡ് ദെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത് എവിടെയാണ്? റിഫ്രാക്ഷൻ റേയുടെ ഇടയിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത്. റിഫ്രാക്ഷൻ റേയുടെയും നോർമലിൻ്റെയും ഇടയിലുള്ളതാണ് കേട്ടോ. ഇനി ഞാനിവിടെ എക്സും വൈയും സെറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയാം ഇതിലേതാണ് ഇൻസിഡൻറ്റ് റേ. എക്സും വൈയും ഇൻസിഡൻറ്റ് റേ ആൻഡ് ദെൻ വൈയും സെറ്റും റിഫ്രാക്റ്റഡ് റേ ആണ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ ആണെങ്കിൽ ഇവിടെ വേറൊരു പിക്ചർ നോക്കാം. നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ വരച്ചു. ഇനി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയിൽ നിന്നും ബിയിലേക്കൊരു ടോർച്ച് ലൈറ്റ് അടിക്കുകയാണ്. എ ഞാനിവിടെ അടയാളപ്പെടുത്താം. ഇങ്ങനെ നേരെ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും നേരെ വരയ്ക്കരുത് കേട്ടോ. ഇവിടുന്ന് പിന്നെ പൊസിഷൻ മാറ്റി വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. കറക്റ്റ് ഓർഡറിൽ ഒരു എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ റിഫ്രാക്റ്റഡ് റേ ഏതാണ്? നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ റിഫ്രാക്റ്റഡ് റേ എവിടെ നിന്നാണോ ആ ഒരു ലൈറ്റ് വരുന്നത് അതായിരിക്കും റിഫ്രാക്റ്റഡ് റേ. പറഞ്ഞ് എൻ്റെ തന്നെ മാറിപ്പോവാണ്. ഈ റിഫ്രാക്റ്റഡ് റേ ഏതായിരിക്കും? ആ സൺലൈറ്റ് ഏത് പാത്തിൽ നിന്നാണോ വരുന്നത് അതായിരിക്കും റിഫ്രാക്റ്റഡ് റേ. ഇപ്പം ഇൻസിഡൻറ്റ് റേ അതിൻ്റെ ബാക്കി ഏത് കോലാണോ, അതായത് തലഭാഗം റിഫ്രാക്റ്റഡും വാൽഭാഗം ഇൻസിഡൻറ്റും. നടുവുണ്ടോ? നടുവില്ല. നടു സെൻറ്ററാണ് കേട്ടോ. നമ്മൾ ആ പോയിൻ്റാണ്, അതായത് ബിയിൽ തട്ടുന്ന പോയിൻ്റാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആൻഡ് ദെൻ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഗറും കൂടെ കൊടുക്കാം. എന്താണ് ഇത്? നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. PQR ഉണ്ട്. ഇവിടുത്തെ നോർമൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കുറച്ച് തിരിഞ്ഞു വളഞ്ഞ ക്വസ്റ്റ്യനാണ്. അത് ഇവിടുത്തെ നോർമൽ എന്താ? ഈ ഒരു പാത്തിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെ പോയാലും നിങ്ങൾ നോർമൽ കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്? പിയിൽ നിന്നാണല്ലോ ആറിലേക്ക് പോകുന്നത്. ക്യൂ നമ്മളെ തലയാണ്, Q നമ്മളെ സെൻറ്ററാണ്.
തലഭാഗം ഏതാണ്? പി ക്യൂ ആണ്. അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഇൻസിഡൻറ്റ് റേ. ആൻഡ് ദെൻ ക്യൂ ആർ ആയിരിക്കും നമ്മളെ റിഫ്രാക്റ്റഡ് റേ. ഇത്രയും ക്ലിയർ അല്ലേ? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ കണ്ടുപിടിക്കുന്ന പണിയാണ്. ഇത് നല്ല എളുപ്പമാണ്. മാത്സ് നമ്മളെ 8th ചാപ്റ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ ഇത് നല്ല എളുപ്പമുള്ള സംഭവമാണ്. നമ്മളൊരു ലൈൻ വരച്ചു, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ. നമ്മൾ സെൻട്രലാണ് കേട്ടോ ബി എഴുതുന്നത്. എ തൊട്ട് സി വരാനുണ്ട്. എ തൊട്ട് സി, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. വരച്ചത് കണ്ടല്ലോ, ഇവിടെ കൊടുക്കാം. വരച്ചത് നിങ്ങൾ കാണണം. ഓക്കെ, നടുവത്തെ ലൈൻ മറക്കരുത്. അത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ തരും, പിന്നെ അപ്പുറത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ഓക്കെ, ആ ഒരു റൂട്ട് നമ്മൾ ഫോളോ ചെയ്യണം, എന്നാലേ നമുക്ക് അപ്പുറത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഒരു സൈഡത്തെ ആംഗിൾ തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ആണ് ഒരു സൈഡിലെ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി എങ്ങനെയല്ലേ? 90 ഡിഗ്രി അല്ലേ? അതിനെന്താ നമ്മളിപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇങ്ങനെ ഒന്നല്ലേ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അതായത് ഇത് ഫുൾ ഓൺ 90 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ 13 എടുത്തു. 19 × 1/2 30, 19 - 13 60. ഇറ്റ്സ് വെരി ഈസി. അപ്പുറത്തെ സൈഡിലെ ആംഗിൾ എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ വരും. ദ പാത്ത് ഓഫ് റിഫ്രാക്റ്റഡ് റേ ടുവാർഡ്സ് ദ നോർമലിൽ വരും, എവേ ഫ്രം ദ നോർമൽ വരും. അതായത് അവിടെ തീരെ റിഫ്രാക്ഷൻ സംഭവിക്കാത്ത, ഡേവിയേഷൻ സംഭവിക്കാത്ത രീതിയിലും വരും. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫസ്റ്റ് ഫിഗർ തന്നെ നോക്കുകയാണെങ്കിൽ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അവിടെ നമ്മൾ എയറിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദെൻ അവിടെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. റീസൺ എന്താണ്? ഇനി നിങ്ങൾക്കൊരു നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ വെക്കേഷനിൽ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ട്. 3 ഫ്രണ്ട്സ് അല്ല, 2 ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ കൂട്ടി 3 പേരുണ്ട്. അപ്പോൾ ഒരാൾ എന്നെ വിളിക്കുകയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വായോ, ഞാൻ നിനക്ക് 10 മിഠായി തരാമെന്ന് പറയണം. അപ്പോൾ രണ്ടാമത്തെ ആളും അതേ ടൈമിൽ എന്നെ വിളിച്ച് പറഞ്ഞു എന്നോട്, ഞാൻ നിനക്ക് 5 മിഠായി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടേക്കാവും പോവുക? 10 മിഠായി കിട്ടുന്നിടത്തേക്കാവും പോവുക അല്ലേ? രണ്ടിടത്തേക്കൊന്നും ഞാൻ പോവില്ല, 10 മിഠായി കിട്ടുന്നിടത്തേക്ക് പോകും. ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടേക്ക് നമ്മൾ പോവും. അതാണ് നമ്മൾ ശരിക്കും ഇവിടെ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ആ വാട്ടറിൻ്റെയും ഗ്ലാസിൻ്റെയും ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത് അവിടേക്കാണ് നമ്മൾ പോവുക. നമുക്ക് കൂടുതൽ കിട്ടുക, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് അതല്ലേ ആഗ്രഹം. ഇപ്പം നമ്മളൊരു ജോബിന് കയറി, അപ്പം ജോബിന് നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പം നമുക്കതൊന്നും കിട്ടിയില്ല. അപ്പം 2 സൈഡിൽ നിന്നും നമ്മളെ വിളിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ സാലറി എവിടെയാണോ കിട്ടുന്നത് അവിടേക്കല്ലേ നമ്മൾ പോവുള്ളൂ. അത് തന്നെയാണ് മക്കളെ ഇവിടെയും സംഭവിക്കുന്നുള്ളൂ. അതായത് ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മളുടെ ഈ റിഫ്രാക്റ്റഡ് ഇൻസിഡൻ്റ് ഉള്ളത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്, അവിടെയാവും ഇവരെത്തുക. ഓക്കെ, ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടേക്കാവും, ഏറ്റവും കുറവ് എവിടെയാണോ അവരവിടെ വിട്ട് നിൽക്കും. ഓക്കെ, ഈ ടുവാർഡ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോൾ ഒരു ബോക്സ് വരച്ചു, അതിൻ്റെ നമ്മളുടെ നോർമൽ വരച്ചു. ആ ലൈറ്റ് വരികയാണ്. ആ ലൈറ്റ് വരുന്ന ഇതിൽ ഇവിടെ വാട്ടറാണ്, ഇവിടെ എയർ ആണെന്നുണ്ടെങ്കിൽ അത് അടുത്തേക്ക് നിൽക്കും ഇല്ലേ? അതെ, അടുത്തേക്ക് നിൽക്കും. അതിന് കാരണം എന്താണ്? വാട്ടറിൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, നമ്മളെ എയറിൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അത് അടുത്തേക്ക് വരും. അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചു, എയർ എടുത്തു, ഗ്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗ്ലാസ്സിലാണ്, എയറിൽ കുറവാണ്.
അപ്പോൾ എയറിൽ നിന്നാണ് വരുന്നത്, ഇപ്പം ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാത്ത് എങ്ങനെയായിരിക്കും? അടുത്ത് കൂടാണ് അത് വരിക. കാരണം ഇത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത് കൂടാണ് വരിക. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി നമ്മൾ നാളെ നമ്മളുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരും. ഒരു 3-4 പാർട്ടിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒതുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.